ഞാൻ ഒരിക്കലും എവിടെയും ഒരിടത്തും ഒരു കാലത്തും പോയിട്ടില്ല. ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായിരുന്നു എന്നുള്ള സത്യമാണ്. എന്റെ അച്ഛൻ അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഉമ്മൻചാണ്ടി സാറ് അവിടുത്തെ INTUCയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്റെ അച്ഛൻ INTUCയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ. അങ്ങനെ ഒരു കോൺഗ്രസ് പശ്ചാത്തലം. കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവൻ കോൺഗ്രസുകാരാണ്. ഞാൻ ചെമ്പഴന്തി SN കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ KSUവിന്റെ ഒരു മെമ്പറോ അംഗമോ ഒന്നും ആയിട്ടൊന്നുമില്ല. പക്ഷേ ആ പാനലിൽ ആർട്സ് കമ്മിറ്റി സെക്രട്ടറിയായിട്ട് മത്സരിച്ച ആളാണ്. അതുകൊണ്ട് ഞാൻ പക്ഷെ പിന്നീട് എവിടെയെങ്കിലും പോയിട്ട് ഞാനൊരു മെമ്പർഷിപ്പ് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോയി ഞാൻ എടുത്തിട്ടില്ല. ഇപ്പൊ CPMന്റെ ഒരു സഹയാത്രികനായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെയും ഒരിക്കലും CPMന്റെ ഒരു മെമ്പറായിരുന്നില്ല ഞാൻ. എന്റെ ചില നിലപാടുകളും എന്റെ ചില അഭിപ്രായങ്ങളും ഫാസിസത്തിന് എതിരെയൊക്കെയുള്ള എന്റെ ചില വിമർശനാത്മകമായ പ്രസംഗങ്ങളും ഇതെല്ലാം കണ്ടിട്ടൊക്കെ ആകണം. ഒരുപക്ഷെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒന്നിച്ച് ചില വേദികൾ പങ്കിടുന്നു. അന്ന് എന്റെ ചില ലേഖനങ്ങൾ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ എഡിറ്റോറിയൽ പേജിൽ വരുന്നു. ഇന്ധന വില വർധനവിന് എതിരെ, കർഷക സമരത്തിന്, അങ്ങനെയുള്ള ലേഖനങ്ങൾ കാണുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള ഈ മേഖലയിൽ നിന്നൊരാൾ നമ്മുടെ ഓരോ ആശയങ്ങളോടുമായി യോജിച്ചു നിൽക്കുന്ന ആളെന്നൊക്കെ ഉള്ള ഒരു പരിഗണനയിലാകാം അദ്ദേഹം എന്നോട് ഈ ഒരു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വന്നത്. ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ എന്റെ ഒരു ഇതില് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്ത് അവിടെ ഇങ്ങനെ അവരുടെ ഒരു ചട്ടക്കൂടിൽ നിന്ന് അതൊന്നും എനിക്ക് പറ്റുന്ന ഒരു രീതിയുമല്ല. എനിക്ക് സ്വതന്ത്രമായി എന്റെ അഭിപ്രായങ്ങൾ നിർഭയം സ്വതന്ത്രമായി എവിടെയും പറയാനുള്ള ആ ഒരു ആർജവത്തോടുകൂടി അതിനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി എപ്പോഴും നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.